കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് വരുന്നില്ലയോ? ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക്, പാതാളത്തിലേക്ക് ഇറങ്ങിയെന്നും വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിനെ സ്വർഗാദി സ്വർഗത്തിന് മീതെ. ഇറങ്ങുന്നതിന് മുമ്പ് പുള്ളി അങ്ങോട്ട് കയറിയിട്ടുണ്ട്. സ്വർഗാദി സ്വർഗത്തിന് മുകളിൽ കയറിയതാ, എന്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുന്ന് അധികാരവും വാങ്ങിച്ച് താഴേക്ക് ഇറങ്ങിയതാണ്. എന്നിട്ട് ഇവരെയും കൊണ്ട് ഉയരത്തിൽ കയറി അവർക്ക് ദാനങ്ങളെ കൊടുത്തു. പിന്നെ തുടർന്ന് ചർച്ച് പണിയുക, സഭ പണിയുക. ഈ സഭയിലെ ഒരെണ്ണത്തിനെ പോലും പിശാചിന് കിട്ടത്തില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല താനും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ദൈവം എഴുന്നേറ്റ് നിൽക്കാം. ഓ ലോർഡ്, ഐ ഗീവ് യു ഗ്ലോറി, 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 ഗ്ലോറി. നല്ലൊരു പാട്ട് പാടി കർത്താവിന് സ്തോത്രം. എന്തതിശയമേ ദൈവത്തിന്റെ സ്നേഹം എന്നുള്ള പാടി നിങ്ങൾക്ക് അറിയാമോ? ആ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് ഒരുമിച്ച് പാടി നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ചിന്തയിലടങ്ങും സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. ചിന്തയിലടങ്ങും സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ദൈവമേ നിൻ മഹാസ്നേഹമതിൻ വിധമാർക്കു ചിന്തിച്ചറിയാൻ. ദൈവമേ നിൻ മഹാസ്നേഹമതിൻ വിധമാർക്കു ചിന്തിച്ചറിയാം. എനിക്കാവതില്ലേ അതിനാഴമളന്നിടം എത്ര ബഹുലമത്. എനിക്കാവതില്ലേ അതിനാഴമളന്നിടം എത്ര ബഹുലമത്. എന്തതിശയമേ ആയിരമായിരം നാവുകളാലത് വർണ്ണിപ്പതിനെഴുതോ. ആയിരമായിരം നാവുകളാലത് വർണ്ണിപ്പതിനെഴുതോ. 10,000 ചൊല്ലിടുവാൻ പാരില സാധ്യമഹോ. 1000 ചൊല്ലിടുവാൻ പാരില സാധ്യമഹോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ. പരിശുദ്ധ പിതാവേ നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, ദൈവസന്നിധിയിരിക്കാം. ഓ ജീസസ്, ഐ താങ്ക് യു. നമ്മളിപ്പോ കഴിഞ്ഞത് ഫസ്റ്റ് ഫേസാ, ഫസ്റ്റ് സ്റ്റെപ്പാ കഴിഞ്ഞ. സ്തോത്രം. ഇവിടെ നോക്കിയേ, ഇത്രയും നേരം നമ്മൾ കേട്ടതൊക്കെ നമ്മൾ ചെയ്തതല്ല, കർത്താവ് ചെയ്തതാ. മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് ചെയ്തതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആത്മീയമായി പിശാചിന്റെ രാജ്യം തകർത്തു. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു.
ഇതുവരെ ഈ ഭൂമിയിൽ കടന്ന ഒരു മഹാന്മാർക്കും അതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കർത്താവ് അത് ചെയ്തു. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മൾ ചെയ്യേണ്ടതാണ്. കേൾക്കാൻ താല്പര്യമുണ്ടോ? എന്റെ സഹോദരൻ, നമ്മൾ ചെയ്യേണ്ടതൊന്നും പറയാം, നമുക്ക് കിട്ടേണ്ടതുമല്ലോ പറ. സ്തോത്രം. ഇത് നോക്കിയേ, നമുക്ക് ഈ ലോകത്തിൽ കിട്ടുന്ന, ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഭൗതിക നന്മ കൊണ്ടും നിത്യതയിൽ നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല. സ്തോത്രം. എന്നാൽ ഈ നന്മ കൊണ്ട് നമ്മൾ കർത്താവിന്റെ ഇഷ്ടം നമുക്ക് ചെയ്യുന്നുവെങ്കിൽ നമുക്ക് നിത്യതയിൽ പ്രയോജനമുണ്ട്. അതായത് നമുക്ക് ഈ കർത്താവിൽ നിന്ന് ഈ ഭൂമിയിൽ വെച്ച് ഇങ്ങോട്ട് കിട്ടുന്നത് കൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലെന്ന് നിത്യതയില്. മനസ്സിലായോ? പക്ഷെ ഇങ്ങോട്ട് കിട്ടുന്നത് കൊണ്ട് നമ്മൾ ദൈവഹിതം ചെയ്താൽ നമുക്ക് നിത്യതയിൽ പ്രയോജനമുണ്ട്. അപ്പോ കിട്ടാൻ വേണ്ടി മാത്രമല്ല, ചെയ്യാൻ വേണ്ടി കൂടി നാം തയ്യാറായിരിക്കണം. സ്തോത്രം. കർത്താവിന്റെ വചനം പറയുന്നു, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനും അല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം കേൾക്കുന്നവനത്രേ. കണ്ടോ? അപ്പൊ ആരാ പോവുള്ളൂ? ചെയ്യുന്നവനേ പോവുള്ളൂ, കേൾക്കുന്നവരല്ല. കേൾക്കുന്നവർക്ക് പോകാം അവർ ചെയ്താൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇനി പറയാൻ പോകുന്ന പാർട്ട് വളരെ ശ്രദ്ധിച്ചോളണം. ഇത് സെക്കൻഡ് സ്റ്റെപ്പാ. സ്തോത്രം. ഫസ്റ്റ് സ്റ്റെപ്പ് കർത്താവ് ചെയ്തു. നമ്മൾ പലരും സന്തോഷിച്ചിരിക്കുക, ഫസ്റ്റ് സ്റ്റെപ്പ് കർത്താവ് ചെയ്തില്ലേ, നമ്മളങ്ങ് പോകാൻ റെഡി ആയിരിക്കും. പക്ഷെ കർത്താവ് ചെയ്യുന്നവനേ പോവുള്ളൂ. സെക്കൻഡ് സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട് കർത്താവ്, അത് ചെയ്യണം. നമ്മളെല്ലാവരും പാട്ടുപാടി വാനത്ത് പറക്കാനിരിക്കുക ഇല്ലേ? ആളം ധ്വനിക്കുമ്പോ ഞാൻ പോകും, നമ്മൾ പാടിയിരിക്കുക. പക്ഷെ പാടിക്കോ നല്ലതാ, പക്ഷെ പാടുന്നതോടൊപ്പം ചെയ്യുകയും കൂടി ചെയ്യണം. സ്തോത്രം. ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 12 വാക്യം നമ്മൾ നേരത്തെ വായിച്ചല്ലോ, അതൊന്നും കൂടി വായിച്ചു. 10:12. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾക്ക് തന്റെ പാദപീഠം ആകുവോളം കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വായിച്ചതിലെ മൂരാൽപ്പം ഇതുണ്ട്. ശത്രുക്കൾക്കല്ല, ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. അപ്പോ ഇത് രണ്ട് സ്റ്റെപ്പ് അവിടെ പറയുന്നുണ്ട്. ഒന്ന്, യേശു ചെയ്തു കഴിഞ്ഞു. ഓൾറെഡി യേശു ചെയ്തു കഴിഞ്ഞു. നമ്മൾ ഇവിടെ പാടി കർത്താവ് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാൽ കർത്താവ് കാത്തിരിക്കുക എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയി. കർത്താവും കാത്തിരിക്കുക, അപ്പൊ നമ്മളും കാത്തിരിക്കുക, കർത്താവും കാത്തിരിക്കുക. ഇതിന്റെ രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നു കർത്താവ് കാത്തിരിക്കുന്നു. ഇല്ല, അങ്ങനെയല്ലേ എഴുതിയേക്കണേ? കാത്തിരിക്കുന്നു. പറഞ്ഞേ, കർത്താവ് കാത്തിരിക്കുന്നു, ഞാനും കാത്തിരിക്കുന്നു. കർത്താവും കാത്തിരിക്കുന്നു, ഞാനും കാത്തിരിക്കുന്നു. ആരുടെ കാത്തിരിപ്പ് അവസാനിപ്പിക്കും? കർത്താവ് ആ സഹോദരന്റെ കാത്തിരിപ്പ് അവസാനിപ്പിക്കും. എല്ലാവർക്കും പറയാം. ആരുടെ കാത്തിരിപ്പ് അവസാനിപ്പിക്കും? അതായത് ദൈവത്തിന്റെ ഇഷ്ട സഹോദരി പ്രവർത്തിക്കണം, ഇല്ലേ? സ്തോത്രം. നിങ്ങൾ രണ്ടുപേരും രണ്ടഭിപ്രായം പറഞ്ഞേ, നിങ്ങൾ ഏതിനോട് യോജിക്കുന്നു? സഹോദരി പറയുകയാണ് കർത്താവ് ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ പ്രവർത്തിക്കണം, അപ്പൊ കർത്താവിന്റെ കാത്തിരിപ്പ് അവസാനിക്കും. അതാണ് പറഞ്ഞു, കർത്താവ് ഞങ്ങളുടെ കാത്തിരിപ്പ് അവസാനിപ്പിക്കും. രണ്ട് ത്രോത്തിലാ പറഞ്ഞത്. ഇതിൽ ഏതിൻ്റെ കൂടെ നിങ്ങൾ ചേരുന്നു? രണ്ടിലും ചേരാത്തവരാ.
ആ ശത്രുക്കൾ ആദ്യം പാദപീഠം ആകണം, എങ്കിലേ കർത്താവ് വരും. മനസ്സിലായോ? കർത്താവ് വരണമെങ്കിൽ പാട്ടുപാടിയത് കൊണ്ടോ പ്രസംഗിച്ചത് കൊണ്ടൊന്നും കർത്താവ് വരത്തില്ല. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഇതാണ് ചർച്ചിന്റെ പർപ്പസ്. ഇതാണ് ചർച്ചിന് അറിയില്ലാത്തത്. ചർച്ചിന്റെ പർപ്പസ് എന്താണ് എന്ന് പറയുകയാണ്. ശത്രുക്കൾ, ഒന്നാമത്തെ പാട്ട് ചെയ്തു, അതിന്റെ 12-ാം വാക്യം നമ്മൾ വായിച്ചു. എന്താ വായിച്ചേ? യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ടെ. പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചു. യേശു ചെയ്യേണ്ടത് യേശു ചെയ്തു കഴിഞ്ഞു. ഇനി താൻ വെയിറ്റ് ചെയ്യുക. യേശു ചെയ്യേണ്ടത് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക. കേട്ടോ, യേശു ചെയ്യേണ്ടത് ചെയ്തു, ഇപ്പൊ വെയിറ്റ് ചെയ്യുക. ഇനി എന്തിനു വേണ്ടിയാ വെയിറ്റ് ചെയ്യണത്? താഴേക്ക് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നുകൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠം ആഗോളം കാത്തിരിക്കുന്നു. തന്റെ ശത്രുക്കൾ ആരാ? യേശുവിന്റെ ശത്രു പിശാച്. തന്റെ പാദപീഠമാകുവോളം. അപ്പൊ യേശു കാൽവരിയിൽ വെച്ച് തോൽപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അല്ല, യേശു അല്ലേ കാൽവരിയിൽ വെച്ച്? ഇപ്പൊ വായിച്ചു തീർന്നല്ലോ. വായിച്ചകളെ അധികാരികളെ ആയുധവർഗം വെപ്പിച്ച് പരസ്യമായി കാഴ്ച തൊണ്ട കണ്ടാടി എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും തോൽപ്പിക്കണം. ശ്രദ്ധിച്ചേ, സഹോദരി പറയുന്ന കറക്റ്റ്. ശ്രദ്ധിക്കുക, ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം യേശു കാത്തിരിക്കുന്നു. ആരുടെ പാദപീഠം? ഞാൻ ചോദിച്ചത് ശത്രുക്കൾ തന്റെ പാദപീഠം എന്ന് വെച്ചാൽ ആരുടെ പാദപീഠമാ? യേശുവിന്റെ പാദപീഠം. യേശു നേരത്തെ തന്നെ യേശുവിന്റെ വ്യക്തിപരമായ പാദപീഠത്തിലാക്കി കഴിഞ്ഞു. ഇനി യേശുവിന്റെ പാദപീഠം എന്ന് പറഞ്ഞാൽ യേശു തല, തന്റെ ശരീരം സഭ, സഭയുടെ പാദപീഠമാകണം. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ സഭ ഇത് അറിയുന്നില്ല. സഭ പാട്ടും പാടി യേശു വരും യേശു വരും എന്ന് പറഞ്ഞിരിക്കുക. എന്നാൽ സഭ പാദപീഠമാക്കുക എന്ന് പറഞ്ഞാൽ സഭയിലെ ഓരോ വ്യക്തിയും പിശാചിനെയും അവന്റെ പ്രവൃത്തിയെയും പാദപീഠമാക്കിയിരിക്കണം. ഇതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകൾക്ക് ദൂത് എഴുതുമ്പോൾ 7 പേരോടും ഉറപ്പിച്ച് വ്യക്തമായി കർത്താവ് പറഞ്ഞു, നീ ജയിച്ചാൽ നീ അവകാശമാകും. ജയിച്ചില്ലയോ? നോ. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് നീ അവകാശമാക്കത്തില്ല, നീ ജയം പ്രാപിക്കണം. സ്തോത്രം. വീട്ടിൽ പോയിട്ട് നാളെ വരുമ്പോ വെളിപ്പാട് പുസ്തകം 2, 3, 7 സഭകളുടെ ദൂത് എഴുതുന്നുണ്ട്. 7 സഭകളോട് പറഞ്ഞ് ശ്രദ്ധിച്ചോളുക, ജയിച്ചാൽ നീ അവകാശമാക്കും. സ്തോത്രം. സഭയിൽ ഓരോ വ്യക്തിയും ഒരു ജയം പ്രാപിക്കേണ്ടതുണ്ട്. ആ ജയം പ്രാപിച്ചാലേ നമ്മളൊരു മണലിന്മേൽ പണിയുന്നത്. ഇത് മരണമാകുന്ന കാറ്റ് വരുമ്പോൾ പോകും. എന്നാൽ പാറമേൽ പണിതാൽ, ദൈവ ആത്മാവ് എടുത്തു തരുന്ന വചനത്തിന്റെ മേൽ പണിതാൽ അതിനെ തോൽപ്പിക്കാൻ യൂണിവേഴ്സിലെ ഒരു ശക്തിക്കും പറ്റുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ശക്തിക്കും, യൂണിവേഴ്സിലെ ഒരു ശക്തിക്കും പറ്റില്ല. നമ്മുടെ ചിന്താഗതികൾക്ക് വിപരീതമാണ്. ശ്രദ്ധിച്ചേ, ഈ ധ്യാനകേന്ദ്രം ഇപ്പോൾ കർത്താവിന്റെ കൃപയാൽ ഒരു പെർഫെക്റ്റ് സമയം കഴിഞ്ഞ് 7 വർഷം ദൈവത്തിന്റെ കൃപയാൽ. സ്തോത്രം. ഇത് ഇവിടെ തുടങ്ങുവാൻ ദൈവത്തിന്റെ ഇഷ്ടം. കാരണം ഞാനൊരു ബിസിനസ്സുകാരനായിരുന്നു.